ഇറാന്റെ SU-35 ഇതിനെക്കുറിച്ച് കുറഞ്ഞ പക്ഷം നമ്മളൊരു 4-5 വീഡിയോസിലൂടെ അറിഞ്ഞതാണ്. SU-35 വരുമോ വരില്ലയോ എന്ന്. ഇതിനിടയിൽ പെട്ടെന്ന് AN-24 വിമാനങ്ങൾ ഇറാനിൽ വന്നിറങ്ങും. അപ്പോഴെങ്കിലും എന്തെങ്കിലും അനൗൺസ്മെന്റ് വരുമോ എന്ന് നോക്കിയാൽ ഇല്ല. SU-35 വന്നതിനെക്കുറിച്ച് യാതൊരു വിവരവും പുറത്തു വന്നിട്ടില്ല. റഷ്യയുടെ കാർഗോ വിമാനം ഒരു ദിവസത്തിൽ 2 തവണയെങ്കിലും ഇറാനിൽ വന്നിറങ്ങുന്നുണ്ട്. അപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് വന്നോ എന്ന് നോക്കിയാൽ അതും ഇല്ല. എന്നാൽ ഇപ്പോ അതിനെക്കുറിച്ചുള്ള ഒരു വലിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നൽകിയത് മറ്റാരുമല്ല, ജർമ്മനിയാണ്. ആദ്യത്തെ 2 SU-35 വിമാനം ഇറാനിലേക്ക് വന്നു എന്നത് മാത്രം അല്ല, എത്രയും പെട്ടെന്ന് അത് പ്രവർത്തനക്ഷമമാകും. ഇറാന്റെ എയർഫോഴ്സ് 25 വിമാനങ്ങൾ പറഞ്ഞു. പക്ഷെ 25 അല്ല, 50 വിമാനങ്ങൾ റഷ്യയിൽ നിന്നും വാങ്ങാൻ പോവുകയാണ് എന്നുള്ള പ്രധാനപ്പെട്ട വിവരം പുറത്തു വന്നു. ഇവയേക്കാൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റ്സിൽ റേഡിയേഷൻ ലെവൽ വർദ്ധിക്കുന്നതായും ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. റേഡിയേഷൻ, SU-35 ആണവായുധം, ഇവയെല്ലാം ഒന്നോടൊന്ന് ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ തോന്നാം. എല്ലാം ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഇറാൻ SU-35 ഇവയെക്കുറിച്ച് സംസാരിക്കണം. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ SU-35 വരും, എന്നാൽ എപ്പോ വരും എന്നറിയില്ല. ഇങ്ങനെയുള്ള കഥയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നുകൊണ്ടിരുന്നത്. റഷ്യയ്ക്കും ഇറാനും ഇടയിൽ ഇതിനെക്കുറിച്ചുള്ള കരാറുകൾ നടന്നു. ചില വിമാനങ്ങൾ വാങ്ങും എന്ന ആ ഒരു സ്റ്റേജ് വരെയും ഡീല് പോയി. എന്നാൽ എപ്പോ വരും എന്നറിയില്ല. കാരണം റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയെ കൊണ്ട് ഇപ്പോ SU-35 വിമാനങ്ങൾ നൽകാൻ കഴിയില്ല എന്ന് പലരും പറയുന്നുണ്ട്. പ്രായോഗികമായി അതിന്റെ കാരണം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈന് എതിരെ റഷ്യയുടെ വ്യോമസേന കൂടുതൽ നഷ്ടങ്ങൾ അവിടെ ഏറ്റുവാങ്ങി. ഉക്രൈന് എതിരെ SU-34 വിമാനങ്ങൾ ഡബിൾ ഡിജിറ്റിൽ നഷ്ടപ്പെട്ടു. SU-35 നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു രാജ്യത്തിന്റെ വ്യോമസേന, അതും റഷ്യയെ നോക്കിയാൽ ലോകത്തിലെ വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് സൈന്യമാണ്, അതുപോലെ ശക്തമായ ഒരു വ്യോമസേനയുമാണ്. അത്തരം ഒരു രാജ്യത്തിന് ഇങ്ങനെയുള്ള നഷ്ടങ്ങൾ ഉണ്ടാവുക വലിയ കാര്യമല്ല. അവരുടെ സൈനിക ഉൽപാദനത്തെ സംബന്ധിച്ച് അവർക്കത് പരിഹരിക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ റഷ്യയെ സംബന്ധിച്ച് അവർക്കുള്ള ഒരു പ്രശ്നം വെസ്റ്റേൺ സാങ്ഷൻസ് ആണ്. എത്ര തന്നെ ഒരു മഹാശക്തിയായാലും പാശ്ചാത്യ രാജ്യങ്ങളുടെ സ്പെയർ പാർട്സ് ഇല്ലാതെ അവർക്ക് പൂർണ്ണമായും ഒരു വിമാനത്തെ നിർമ്മിക്കാൻ സാധിക്കില്ല. ഇപ്പോഴാണ് അതിനുള്ള ബാക്കപ്പ് റൂട്ട്സും സ്വന്തം ആഭ്യന്തര ഉൽപാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഒരു പരിധിവരെ വിമാനം നിർമ്മിക്കാൻ കഴിയും എന്ന ഒരു സാഹചര്യം കൊണ്ടുവന്നു. പക്ഷേ പൂർണ്ണമായും ഉൽപ്പാദിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് 100% റഷ്യ എത്തിയിട്ടില്ല. ഇങ്ങനെയുള്ളപ്പോൾ പ്രതിവർഷം 20-30 വിമാനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന റഷ്യ, അതും ഈ SU-35, SU-34 ഇവയൊക്കെ, എന്നാൽ പെട്ടെന്ന് പ്രതിവർഷം 4-5 വിമാനങ്ങൾ മാത്രമേ നിർമ്മിക്കാൻ കഴിയൂ എന്ന സാഹചര്യത്തിലേക്ക് സുഖോയ് കമ്പനി തള്ളപ്പെട്ടു. അതും ഈ ഒരു സാമ്പത്തിക ഉപരോധം കാരണമാണ്. ഇതിനെ ചൂണ്ടിക്കാണിച്ച് എല്ലാവരും പറഞ്ഞത് അത്ര തന്നെ. ഇതിനുശേഷം റഷ്യയെ കൊണ്ട് SU-35 നിർമ്മിക്കാൻ കഴിയില്ല. നിർമ്മിച്ചാലും അവരുടെ വ്യോമസേനയ്ക്ക് മാത്രമേ അത് ശരിയാവുകയുള്ളൂ. ഇതിനകം പൈപ്പ് ലൈനിലുള്ള അപ്ഗ്രേഡ് ചെയ്ത പ്രോജക്ട്സ് പോലും റഷ്യ ഹോൾഡ് ചെയ്ത് വച്ചിരിക്കുകയാണ്. അപ്പോ റഷ്യയെ കൊണ്ട് ഈ വിമാനം ഇറാന് നൽകാൻ കഴിയില്ല, അതിനുള്ള സാധ്യതയില്ല. റഷ്യയ്ക്ക് ഇതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ, പലരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അടുത്തിടെ ഒരു വാർത്ത പുറത്തു വന്നത്. ജർമ്മനിയുടെ മാധ്യമങ്ങൾ ഒരു വിവരം പുറത്തുവിട്ടു. റഷ്യയുടെ ആന്റനോ AN-124 വിമാനം ഇത് ഇറാന്റെ തെഹ്റാൻ എയർപോർട്ടിൽ ഇറങ്ങിയത് മാത്രമല്ല, ഇതിൽ പ്രധാനപ്പെട്ട ഒരു ചരക്കും ഉണ്ടായിരുന്നു. അത് S-400 ആണെന്നൊക്കെ പറയുന്നു. അങ്ങനെയാണോ? അല്ല. അപ്പോ റഷ്യയിൽ നിന്നും ICBM ടെക്നോളജി ഇറാനിലേക്ക് വന്നോ? അതുമല്ല. അതല്ലെങ്കിൽ മറ്റെന്താണ് വന്നത്? ഇതൊക്കെ തന്നെയല്ലേ ഇറാൻ ഇപ്പോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ റഷ്യ അടുത്തിടെ ഇറാന് അല്ലെങ്കിൽ അമേരിക്കയുടെ ശത്രുക്കൾക്ക് ആണവായുധം നൽകാൻ പോലും ഞങ്ങൾ മടിക്കില്ല എന്നൊരു അറിയിപ്പ് കൊടുത്തിരുന്നു. അതുപോലെ എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. അപ്പൊ പിന്നെ എന്തായിരിക്കും? 2 SU-35 വിമാനങ്ങൾ അത് വിഭജിച്ച് ഇറാന് നൽകിയിട്ടുണ്ട്. ഇത് ഇറാൻ അവരുടെ ഹമേദൻ എയർബേസിൽ വെച്ച് അസംബിൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ 31st ടാക്ടിക്കൽ സ്ക്വാഡ്രണിലുള്ള F-4 വിമാനങ്ങളും മറ്റു ഫൈറ്റർ ജെറ്റുകളെ പകരം വയ്ക്കാനുള്ള ഒരു ഇനിഷ്യൽ ഡെപ്ലോയ്മെന്റ് ആണിത്. എത്രയും പെട്ടെന്ന് ഇറാൻ ഇത് വിജയകരമായി ചെയ്ത് അവസാനിക്കും. ആദ്യത്തെ SU-35 ഇറാനിൽ വന്നുവെന്നുള്ള അവരുടെ വാർത്ത പുറത്തുവിട്ടു. ഇത് പറഞ്ഞത് മാത്രമല്ല,
കൂടെ മറ്റു ചില അപ്ഡേറ്റ്സ് നൽകി. SU-35 എണ്ണം ആദ്യം 25 എന്ന് പറഞ്ഞു. എന്നാൽ ഇതിന്റെ പെർഫോമൻസ് നോക്കി. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇതിന് ആദ്യമുണ്ടായ നഷ്ടങ്ങൾക്ക് ശേഷം റഷ്യ ഇതിൽ ചില അപ്ഗ്രേഡ് നടത്തി. അങ്ങനെ ഇപ്പോ ഇറാന് നൽകുന്നത് SU-30E ആണ്. എക്സ്പോർട്ട് വേരിയന്റ് ആണ്. ഇപ്പോഴുള്ളതിൽ അത്യാധുനിക വിമാനങ്ങൾ ഇറാന് നൽകാൻ പോകുന്നു എന്നുള്ള ഒരു സംസാരവും വരുന്നു. അപ്പോൾ ഇറാന്റെ വ്യോമസേനയ്ക്ക് അത് വീണ്ടും ഒരു ശക്തിയായി മാറും. റഷ്യ ഇറാന് നൽകുന്ന ഏറ്റവും വലിയ സഹായമായി ഇത് മാറും. ഈ വേരിയന്റ് വിമാനങ്ങൾ അകത്തേക്ക് വന്നാൽ ഇറാനുള്ളിൽ ആര് വേണമെങ്കിലും സ്ട്രൈക്ക് നടത്താം. അല്ലെങ്കിൽ ഇറാന്റെ എയർ ഡിഫൻസ് സിസ്റ്റം നെറ്റ്വർക്സിനെ ആർക്ക് വേണമെങ്കിലും നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ള ആ ഒരു അവസ്ഥയെല്ലാം മാറും. ഇറാന്റെ എയർഫോഴ്സ് മിഡിൽ ഈസ്റ്റിൽ ഉള്ളതിൽ വെച്ച് ശക്തമായ എയർഫോഴ്സായി മാറുമെന്നുള്ള ഒരു വാർത്തയും പ്രസിദ്ധീകരിച്ചു. ഇവർ പറഞ്ഞതിൽ പകുതി സത്യമാണ്. പകുതി സത്യം എന്ന് പറയാൻ കാരണം അതിന് ഒരു വ്യക്തത ഞാൻ നൽകാം. ഇറാനെ സംബന്ധിച്ച് സത്യത്തിൽ അവരുടെ പക്കൽ എയർഫോഴ്സ് വലിയ രീതിയിലൊന്നും ഇല്ല. നമ്മൾ പല വീഡിയോസിൽ അത് പറഞ്ഞു. പക്ഷേ നമ്മൾ പറയാതെ വിട്ട ചില കാര്യങ്ങൾ ഉണ്ട്. SU-35 വരും എന്ന് പറഞ്ഞു. പക്ഷെ എത്ര SU-35 വരും? അങ്ങനെ വന്നാൽ അതിൽ അവിടെ എന്ത് നേട്ടമുണ്ടാകും? എന്ത് മാറ്റമായിരിക്കും സംഭവിക്കുക? ഇവരുടെ ശത്രുവായ ഇസ്രായേലിന് മിഡിൽ ഈസ്റ്റിൽ ഉള്ളതിൽ വെച്ച് സ്ട്രോങ്ങസ്റ്റ് എയർഫോഴ്സ് ഉണ്ട്. F-35 ഉണ്ട്, F-16 ഉണ്ട്, ഇങ്ങനെ പല വിമാനങ്ങളുണ്ട്. അങ്ങനെയുള്ള ഈ ഭീഷണികളെ SU-35 കൊണ്ട് കൗണ്ടർ ചെയ്യാൻ സാധിക്കുമോ? നേരിട്ട് ഒരു യുദ്ധം വന്നാൽ ഇതിനെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ചൊന്നും നമ്മൾ അധികം സംസാരിച്ചിട്ടില്ല. ലളിതമായ ഒരു വിശദീകരണം ഇതിന് നൽകാം. എപ്പോഴും ഓട്ട മത്സരത്തിൽ ഒരു കുതിര ഓടുകയാണെങ്കിൽ ആ കുതിരയുടെ കഴിവിൽ മാത്രം അല്ല വിജയമുള്ളത്. എങ്ങനെ ഓടിക്കണം, ഏത് വിധത്തിൽ ഓടിക്കണം എന്നുള്ളത് കുതിരയെ ഓടിക്കുന്ന ജാക്കിയുടെ കയ്യിലാണുള്ളത്. അതേ കാര്യം തന്നെയാണ് ഇറാനും. എത്ര തന്നെ അത്യാധുനിക വിമാനങ്ങൾ അവരുടെ പക്കൽ നൽകിയാലും അതിന് പ്രോപ്പറായ ട്രെയിനിങ്, നൈപുണ്യമുള്ള പൈലറ്റുമാർ ഉണ്ടാകണം. നല്ല ടെക്നോളജീസ് നിങ്ങളുടെ പക്കൽ ഉണ്ട് എന്നുള്ളത് വലിയ കാര്യം അല്ല. അതിനെ എങ്ങനെയെല്ലാം ഉപയോഗിക്കണം, ഏത് വിധത്തിൽ ഉപയോഗിക്കണം എന്നുള്ളതിലാണ് കാര്യം. ഉദാഹരണത്തിന് നമ്മുടെ സെൽഫോൺ ഇന്റർനെറ്റ് പോലെ ക്രിയേറ്റീവായ ഒരു സാങ്കേതിക വിദ്യ മറ്റൊന്നുമില്ല. അതുപോലെ നാശം വിതയ്ക്കാൻ കഴിവുള്ള ഒരു സാങ്കേതിക വിദ്യയും മറ്റൊന്നില്ല. അതിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതനുസരിച്ചായിരിക്കും നാശത്തിന്റേതായിരിക്കുമോ നേട്ടത്തിന്റേതായിരിക്കുമോ എന്ന് അറിയാൻ സാധിക്കും. ഇനി ഇറാനെ സംബന്ധിച്ച് ഇറാന്റെ പൈലറ്റ്സ് കൂടുതലായും യാതൊരു ബാറ്റിലും കണ്ടിട്ടില്ല. മറ്റ് എല്ലാ രാജ്യങ്ങൾക്കും ഒരു ചരിത്രം പറയാൻ സാധിക്കും. ഇന്ത്യ പാകിസ്ഥാൻ എടുത്താൽ ഇത്രയും സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഇത്രയും സ്ഥലങ്ങളിൽ ഇന്ത്യയുടെ കൈകൾ ഉയർന്നു, ഇവിടെയെല്ലാം പാകിസ്ഥാന്റെ കൈകൾ ഉയർന്നു എന്നൊക്കെ പറയാൻ സാധിക്കും. ചൈനയെ സംബന്ധിച്ചും അത് തന്നെ ഒരു പരിധിവരെ പറയാം. വലിയ രീതിയിലുള്ള ബാറ്റിലൊന്നും അവർ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും തായ്വാനെ ഇടയ്ക്കിടയ്ക്ക് ആക്രമിക്കുക, ഇങ്ങനെ പറയാൻ ഒരു കാര്യമുണ്ട്. ഇസ്രായേലിനെ കുറിച്ച് പറയേ വേണ്ട. അമേരിക്ക, റഷ്യ, ഇപ്പൊ നടക്കുന്ന സംഭവങ്ങളെല്ലാം അറിയാം. എന്നാൽ ഇറാന് ബാറ്റിൽ എക്സ്പീരിയൻസ് ഇല്ല, ഒരു യുദ്ധപരിചയം ഇല്ല. റിയൽ ടൈമിൽ അവരുടെ സൈനികർക്ക് ഒരു കോമ്പാക്ട് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. യുദ്ധ സാഹചര്യം അവർക്ക് സീറോയാണ്. ഗ്രൗണ്ട് ട്രൂപ്സിനെ സംബന്ധിച്ച് സിറിയയിലുണ്ട്, ഇൻഡയറക്റ്റായി ഹിസ്ബുള്ളയ്ക്ക് ഫേവറായി ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും പ്രധാനമായുള്ള ഒരു യുദ്ധ സാഹചര്യമൊന്നും ഇറാൻ ഉണ്ടായിട്ടില്ല. ഇസ്ലാമിക് റവല്യൂഷന് ശേഷം ഇറാന്റെ വ്യോമസേനയെ നവീകരിച്ചിട്ടില്ല. അതിനായിട്ടുള്ള ഒരു സാധ്യതകളും അവർക്ക് വന്നിട്ടില്ല. സാമ്പത്തിക ഉപരോധം നൽകി എല്ലാ രാജ്യങ്ങളും ചേർന്ന് അവരെ മാറ്റി നിർത്തിയിരുന്നു. ഇവയെ എല്ലാം മറികടന്ന് ഇപ്പോ SU-35 പരിശീലനം നൽകിയാലും അത് അവർ എങ്ങനെ ഉപയോഗിക്കുന്നു അതിനനുസരിച്ചായിരിക്കും അവരുടെ വിജയം അവിടെ നിർണ്ണയിക്കാൻ സാധിക്കുക. SU-35 ഒരു ക്യാപ്പബിളായ വിമാനമാണ്. എന്നാൽ അതിനെ അവർ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും യുദ്ധത്തിന്റെ ഫലമുണ്ടാവുക. അതിന്റെ മുഴുവൻ പൊട്ടൻഷ്യലോടുകൂടി ഇതിനെ ഉപയോഗിച്ചാൽ F-35 അല്ലെങ്കിൽ അമേരിക്കയുടെ ഏതൊരു വിമാനത്തെയും SU-35 കൊണ്ട് കൗണ്ടർ ചെയ്യാൻ സാധിക്കും. എന്നാൽ അവയെല്ലാം ഇറാന്റെ കൈകളിലാണുള്ളത്. 9 വിമാനങ്ങൾ എന്ന് പറഞ്ഞു. പക്ഷെ 2 വിമാനങ്ങൾ ഇപ്പോൾ വന്നതായി റിപ്പോർട്ട് വന്നു. ഈ 2 വിമാനങ്ങളെ മാത്രം വെച്ചുകൊണ്ട് ഇപ്പോൾ ഇറാനെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ അവിടെ ഒരു തടസ്സം സൃഷ്ടിക്കാൻ സാധിക്കും. കാരണം SU-35 എന്നത് ആണവശേഷിയുള്ള വിമാനമാണ്. അതിനെ കൊണ്ട് ന്യൂക്ലിയർ മിസൈൽസിനെ കൊണ്ടുപോയി ലോഞ്ച് ചെയ്യാൻ കഴിയും. അപ്പോ ഈ 2 വിമാനങ്ങൾ ഒരു വലിയ മാറ്റം കൊണ്ടുവന്നില്ലെങ്കിലും ഒരു മാറ്റത്തിനുള്ള തുടക്കമായി ഇത് മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ന്യൂക്ലിയർ എന്ന് പറഞ്ഞപ്പോഴാണ് റേഡിയേഷനെ കുറിച്ചുള്ള കാര്യം പറയാനുള്ളത്. അടുത്തിടെ IAEA നിന്നും ഒരു റിപ്പോർട്ട് പുറത്തു വന്നു.
ഇറാന്റെ പക്കൽ നിന്നും വരുന്ന വാർത്തകളെ സംബന്ധിച്ച് ഇറാന്റെ ഇഫ്ഷാൻ ന്യൂക്ലിയർ പ്രൊവിൻസിൽ റേഡിയേഷൻ ലെവൽ കഴിഞ്ഞ മാസത്തിലും അധികമായിട്ടുണ്ട്. ഇത് സത്യത്തിൽ ആർട്ടിഫിഷ്യലായി ഇറാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം കാരണമാണോ? അതായത് ഇറാന്റെ ഒരു ശ്രദ്ധ തിരിപ്പിക്കണം. ഇറാൻ ന്യൂക്ലിയർ വെപ്പൺസ് നിർമ്മിക്കുന്നു എന്നുള്ളത് മറ്റ് രാജ്യങ്ങളിൽ നിന്നും മറയ്ക്കണമെന്നതിന് വേണ്ടി റേഡിയേഷൻ അധികമാക്കിയതാണോ എന്നറിയില്ല. പക്ഷെ എന്തോ ഒരു വലിയ കാര്യം ഇറാനുള്ളിൽ സംഭവിക്കുന്നുണ്ട്. റേഡിയേഷൻ അധികമാകുന്നത് രണ്ട് കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഒന്നാമത്തേത്, അവിടെ എൻറിച്ച്ഡ് യുറേനിയത്തിന്റെ പ്രോസസ് മുൻപ് ഉണ്ടായിരുന്നതിലും അധികമായിട്ടുണ്ട്. കാരണം അംഗീകരിച്ചതിലും അധികം യുറേനിയം എൻറിച്ച് ചെയ്യുമ്പോൾ, അതിന്റെ സെൻട്രിഫ്യൂജൽ മെക്കാനിസം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ റേഡിയേഷന്റെ അളവും ആ ഫെസിലിറ്റിയിൽ വർദ്ധിക്കും. അങ്ങനെ അല്ലെങ്കിൽ മനുഷ്യ നിർമ്മിത കോസസ്, മനുഷ്യർ കാരണം അവിടെ ഉണ്ടാകുന്ന അപകടങ്ങൾ പോലുള്ള ചില കാരണങ്ങളാൽ ആ സ്ഥലത്ത് ആണവ ചോർച്ചയുണ്ടാകും. ഇവ രണ്ടിൽ എന്ത് സംഭവിച്ചു എന്നറിയില്ല. പക്ഷെ എന്തോ ഒന്ന് സംഭവിച്ചു എന്ന വിവരം പുറത്തുവിട്ടു. ഇവ രണ്ടും ഇറാനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. SU-35 ആണവായുധം സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ. തീർച്ചയായും ഇത് ഇസ്രായേലിന് ഒരു പേടി സ്വപ്നമായി മാറും. എന്നാണോ ഇറാന്റെ പക്കൽ ഒരു ആണവായുധം വരുന്നത്, എന്നാണോ ഞങ്ങൾ പൂർണ്ണമായും ഒരു ആണവായുധം നിർമ്മിച്ച് അവസാനിച്ചുവെന്ന് എപ്പോഴാണോ ഇറാൻ പറയുന്നത്, അന്ന് ഈ രണ്ട് രാജ്യങ്ങളും മാറി മാറി ആണവായുധം പ്രയോഗിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇറാന്റെ പക്കൽ ആണവായുധം വരികയാണെങ്കിൽ അത് ഇസ്രായേലിന് ഒരു സൂചനയായി മാറും. പ്രായോഗികമായി ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇറാന്റെ പക്കൽ ആണവായുധം വരരുത് എന്നതിനു വേണ്ടി ഇസ്രായേൽ അവരെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനുമപ്പുറം ഇറാൻ ഒരു ആണവായുധം നിർമ്മിച്ചു എന്ന് കരുതുക. അപ്പോ ഒരു പക്ഷേ ഇവർ എന്നിൽ ആണവായുധം വിക്ഷേപിക്കുമോ, എന്റെ നിലനിൽപ്പിന് തന്നെ അതൊരു പക്ഷേ പ്രശ്നമായി മാറുമോ എന്ന ചിന്തയിൽ, ഭയത്തിൽ ഇസ്രായേൽ തന്നെ ആദ്യം അവരുടെ ആണവായുധം ഉപയോഗിച്ച് ഇറാനെ മുഴുവനായും കൗണ്ടർ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. പറയാൻ സാധിക്കില്ല, ഒരു പക്ഷേ ഇസ്രായേൽ അങ്ങനെയും ചെയ്യും. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? റേഡിയേഷൻ ലീക്ക് എന്ത് കാരണം സംഭവിച്ചിട്ടുണ്ടാകും? SU-35 വന്നാൽ അതവർക്ക് എന്ത് രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും വരുത്തുക? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ വോയിസ് ഓഫ് വെക്കുന്ന നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.